പാഠം 351. ചില മൊബൈൽ പാഠങ്ങൾ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ശിശുപാല, പനിയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് ആഴ്ച 1 എന്താണ് ഉദ്ദേശം? ഇങ്ങനൊരു പനിയുണ്ടോ? ശിശുപാല, ജോലിയോട് ആത്മാർത്ഥതയുള്ള ഒരാൾക്കും ഇങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല. ഇന്നുകൂടി ശരി. നാളെ രാവിലെ 10 മണിക്ക് ആഫീസിലെത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്താണ് രാവിലെ ശിശുപാലനോടാണോ യുദ്ധം? ഒരാള് പനിയായിട്ട് ലീവ് എടുത്തിരുന്നാലും മനസ്സമാധാനം കൊടുത്തൂടെ മോഹനേട്ടാ? ഒരാഴ്ചയായി ശിശുപാലൻ ലീവ് എടുത്തിട്ട്. ഇത് പനിയൊന്നുമല്ല, അടവാണ്, അടവ്. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഒക്കെ മോഹനേട്ടന് തോന്നല. എന്താ ഇത്? ഓ, അതാ സുന്ദരേശൻ വക്കീല്. അയാളുടെ ഒരു കേസിൽ എന്നോട് സഹായിക്കാമെന്ന് ചോദിച്ചിരുന്നു. എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഫോൺ എടുത്താലേ പ്രശ്നമാ. ഞാൻ ചോദിച്ചത് അതല്ല, ആ കേട്ട പാട്ടിനെ പറ്റിയാണ്. നല്ല റിംഗ് ടോൺ അല്ലേ മോഹനേട്ടാ? ഇത് കേട്ട് എല്ലാരും പറഞ്ഞു അസലായിട്ടുണ്ടെന്ന്. പാട്ട് നല്ലതാണോ നല്ലതല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നീ ഒരു മലയാളിയാണ്. ഒരു മലയാളിയായ നീ എന്തിനാ ഹിന്ദി പാട്ട് റിംഗ് ടോൺ ആക്കിയത്? പാട്ടിനെങ്ങനെ ഭാഷയൊക്കെ ഉണ്ടോ മോഹനേട്ടാ? ഹിന്ദി ആയാലും മലയാളമായാലും നല്ല പാട്ട് കേട്ടാ പോരാ. നീ ഈ ഫോണുമായി ഒരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോ ഇത് അടിച്ചെന്ന് കരുതുക. ചുറ്റും നിൽക്കുന്നവർ ഈ പാട്ട് കേൾക്കും. അപ്പൊ അവരെന്താ കരുതുക? ഞാനൊരു ഹിന്ദിക്കാരാണെന്ന് കരുതുമായിരിക്കും. അതിനെന്താ കുഴപ്പം? നീ ഹിന്ദിക്കാരിയാണെന്നല്ല കരുതുക, പിന്നെ മലയാളത്തോട് ബഹുമാനവും സ്നേഹവും ഇല്ലാത്ത ഒരു അഹങ്കാരിയാണ് നീ എന്ന് മനസ്സിലാവും. എന്റെ ഭാര്യയാണെന്ന് നീ എന്ന് അറിയുന്നവർ മൂക്കത്ത് വിരൽ വെക്കില്ലേ? മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യയ്ക്ക് മലയാളത്തോട് ബഹുമാനമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞാലോ? പിന്നെ നാട്ടുകാർക്ക് അതല്ലേ പണി. എന്റെ മോഹനേട്ടാ, കേക്കാൻ രസമുള്ളൊരു പാട്ട് അത്രേ ഉള്ളൂ. അത്രയല്ല ഉള്ളത്. ഇതൊക്കെ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. ഇമ്മാതിരി പാട്ടുകളിട്ടാൽ നിനക്ക് സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവില്ല. പക്ഷേ മനോഹരമായൊരു മലയാളം കവിതയോ ഒരു നല്ല ഭക്തിഗാനവും ആണെങ്കിലോ? കവിതയാണെങ്കിൽ കേൾക്കുന്നവർ വിചാരിക്കും നിനക്ക് ബുദ്ധിയുണ്ടെന്ന്. ഭക്തിഗാനമാണെങ്കിൽ നീ ഒരു അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെണ്ണാണെന്ന് മനസ്സിലാവും. അങ്ങനെ വേണം റിംഗ് ടോൺ ഇടാൻ. സാറേ, സാറേ, ബാക്കി പിന്നെ. ഓ, അപ്പൊ ഇനിയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ബഷീറിന്റെ പോക്കോരിന്റെ കാര്യം എന്തായി സാർ? 1 മാസം അപ്പീൽ കാലാവധി ഉണ്ടായിരുന്നു സാറ് പറഞ്ഞായിരുന്നു. 1 മാസത്തെ കാലാവധി ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ഞാൻ താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോ ബഷീറിന്റെ കടലാസ് ശരിയായിക്കൊണ്ട് വരും. നാളെ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ കരമടയ്ക്കാമെന്ന് ബഷീറിനോട് പറഞ്ഞേക്കും. വലിയ ഉപകാരം സാറേ. കരം അടച്ച ഉടനെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ നോക്കി ഇരിക്കുകയാണ്. പുള്ളിക്കലെ തോമസ് കുട്ടിയോട് ഒന്ന് വക്കീലാഫീസ് വരെ വരണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇതുവരെ ആള് വന്നിട്ടില്ല. തോമസ് കുട്ടിയുടെ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്താ എന്റെ ആവശ്യമാണെന്ന് തോന്നൂലോ? ഇന്ന് ഉറപ്പായിട്ട് തോമസ് കുട്ടി വരും വക്കീലെ. ഇല്ലെങ്കിൽ ഞാൻ തോമസ് കുട്ടി കൊണ്ടുവരും. പോരെ? ഹലോ, അതെ, ഉത്തമനാണ്. ഓ അതെയോ? ശരി, ഞാനാ വരുന്നേ. ശരി. സ്റ്റേറ്റ് ബാങ്കിലെ ബാലേന്ദ്രൻ സാറാ, ഗ്യാസ് തീർന്നു ഇന്ന്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാറേ. എന്ത്? എന്താണ് ഈ കേട്ടത്? ഏത്? ഉത്തമന്റെ ഈ കുന്ത്രാണ്ടത്തിൽ കേട്ട പാട്ട് നടന്ന്. ഓ, അത് അടിപൊളി പാട്ടല്ലേ സാറേ? അപ്പങ്ങളെമ്പാടും മൊത്തത്തിൽ ചുട്ടമ്മായി അമ്മായി ചൂട്ട. ഇതാണോ പാട്ട്? ഇത്തരം ഒരു പാട്ട് ഈ ഫോണിലിട്ട് നടക്കാൻ ഉത്തമന് നാണമില്ലേ? ഉത്തമന്റെ ഫോണിൽ നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോ കേൾക്കുന്നവർ ചിരിക്കില്ലേ? ഈ പാട്ടിനെന്തെന്ന് കുഴപ്പം സാറേ? ഉത്തമൻ ഒരാവശ്യത്തിന് ഒരു സർക്കാർ ഓഫീസിൽ നിൽക്കുകയാണെന്ന് കരുതുക. ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസർ. ഞാനാണ് വില്ലേജ് ഓഫീസർ എന്നും കരുതുക. അതിനിപ്പോ കരുതാൻ തന്നിരിക്കുന്നു സാറാണല്ലോ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ. ഉത്തമൻ എന്റെ അടുത്ത് നിൽക്കുമ്പോ ഉത്തമന് ഒരു ഫോൺ വന്നത് കരുതുക. ഇപ്പൊ വന്നോ അല്ലേ? അതെ. ഇതുപോലൊരു പാട്ട് കേൾക്കുന്ന നിമിഷം ഞാൻ തീരുമാനിക്കും ഉത്തമൻ എന്താവശ്യത്തിനാണോ വന്നത് അത് ചെയ്തു കൊടുക്കണ്ട എന്ന്. ബഷീറിന്റെ പോക്കോറിന്റെ കാര്യം പറയാനാണല്ലോ ഉത്തമൻ വന്നത്. അപ്പൊ ഈ പാട്ട് ഞാൻ കേട്ടുപോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് ബഷീറിന്റെ പോക്കോറിന്റെ കാര്യം നടക്കില്ല. അയ്യോ സാറേ, ചതിക്കല്ലേ സാറേ. ഞാൻ ഇപ്പോ ഈ പാട്ടങ്ങ് മാറ്റാം. ഏത് പാട്ടാണെന്ന് സാറ് പറഞ്ഞാ മതി. അത് പറയാനൊന്നുമില്ല ഉത്തമ. നല്ല ഭക്തിഗാനമോ
മനോഹരമായ കവിതയോ ആണ് റിംഗ് ടോൺ ആക്കേണ്ടത്. അങ്ങനെയല്ലേ മോഹനേട്ടാ? ഞാൻ പറഞ്ഞത് ഉത്തമന് മനസ്സിലായല്ലോ. ശരിയപ്പോ എന്താണ് വക്കീലെ ഈ ഇന്നത്തെ പ്രശ്നം? രാവിലെ എനിക്കൊരു ക്ലാസ് എടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോ ഉത്തമന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ റിംഗ് ടോൺ മാറ്റുക, അല്ലെങ്കിൽ മോഹനകൃഷ്ണൻ സാറിനെ കാണാൻ വരുമ്പോ അത് വൈബ്രേറ്ററിൽ ഇടുക. ഇല്ലെങ്കിൽ മോഹനേട്ടനെ കൊണ്ടുള്ള ഒരാവശ്യവും നടക്കില്ല. അപ്പോ തോമസ് കുട്ടിയോട് വക്കീലാഫീസിലേക്ക് വരാൻ പറയണം. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. രസമുള്ള ഒരു പാട്ട് കേൾക്കാൻ സ്ഥലം വില്ലേജ് ഓഫീസറുടെ അനുവാദം വേണമെന്ന് വെച്ചാ പിന്നെ വിളി. ആ ഹലോ, അതെ. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഓഫീസിലാണ്. ഓ, രാവിലെ എത്തി. എൻ്റെ ഗീതേ, നിങ്ങളെപ്പോലെ 11 മണിക്ക് ഓഫീസിൽ വന്നിട്ട് 3 മണിക്ക് വീട്ടിൽ പോകുന്ന ഏർപ്പാടൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ഒരു കാട്ടുമാക്കാനുള്ളതിനെ അറിയാമല്ലോ. മോഹനേഷ് സാറ് കൃത്യം 10 മണിയാകുമ്പോൾ വരും. ആ സമയത്ത് നമ്മളെ ഇവിടെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതെ, ഒരു സ്ഥലം മാറ്റത്തിന് വേണ്ടി സത്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകിൽ മോഹനേഷ സാറ്, അല്ലെങ്കിൽ ഞങ്ങള്. ഞാൻ വിളിക്കാവേ. രാവിലെ വന്ന് ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് അങ്ങ് വിളിക്കുക. നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? അല്ല സാർ, മുനിസിപ്പൽ ഓഫീസിലെ ഗീതയാണ്. അവളെ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. പഴയ കൂട്ടുകാരിയോട് കൊഞ്ചിക്കൊഴയുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ അതൊക്കെ ഇവിടുത്തെ ജോലി തീർത്തിട്ട് വീട്ടിൽ പോയിട്ട്. സർക്കാർ ഓഫീസ് കൂട്ടുകാരെ വിളിച്ച് കൊച്ചു വർത്താനം പറയുന്ന സ്ഥലമല്ല, ജോലി ചെയ്യാനുള്ള സ്ഥലമാണ്. കാഞ്ചന എവിടെ? വന്നില്ല. 10 മണിയായിട്ട് വന്നില്ലേ? ഇല്ല. കൊള്ളാം. അപ്പോ ഇവിടെ നടക്കുന്നത് അത്രയും നിങ്ങളുടെ തോന്നിവാസമാണ്. ഞാനിത് സമ്മതിക്കില്ല. ഇന്ന് കാഞ്ചന വരുമ്പോ എന്നെ വന്ന് കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറഞ്ഞാ മതി. ആഹാ, മുക്കോല മുക്കാബുല. ഇതാണോ സ്വയംപ്രഭയുടെ റിംഗ് ടോൺ? അതെ സർ. കഷ്ടം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, റവന്യൂ വകുപ്പിൽ ക്ലാർക്ക്, നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. എന്നിട്ട് മൊബൈൽ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ നാട്ടുകാർക്ക് കേൾക്കാൻ ഒരു പാട്ട്, മുക്കാല മുക്കാബുല. ഇത്തരം പാട്ടുകൾ ഈ ഓഫീസിൽ പറ്റില്ല. അതൊക്കെ എന്റെ സൗകര്യമല്ലേ സാറേ. എനിക്കിഷ്ടമുള്ള പാട്ട് ഞാൻ റിംഗ് ടോൺ ആക്കി. അതിനെന്താ? അങ്ങനെ പറ്റില്ലല്ലോ. സ്വയംപ്രഭയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ സ്വയംപ്രഭയ്ക്ക് അവകാശമുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർ കേൾക്കണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റ്. സ്വയംപ്രഭയ്ക്ക് ഈ മുക്കോല മുക്കാബുല കേൾക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ എനിക്ക് ഈ മുക്കോല മുക്കാബുല കേൾക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും സാർ? ഒന്നുകിൽ ഈ റിംഗ് ടോൺ മാറ്റിയിടണം, അല്ലെങ്കിൽ റിംഗ് ടോൺ പുറത്ത് കേൾക്കാതിരിക്കാനുള്ള വഴി നോക്കണം. അന്തസ്സായി നടത്തിക്കൊണ്ടുപോകുന്ന ഈ ആഫീസിൽ ഇനി മുക്കോലെന്നോ മുക്കാബുലെന്നോ ഇവിടെ കേട്ട സ്വയംപ്രഭയുടെ മുട്ടുകാർ എന്തെങ്കിലും ഇടിക്കും. അഹങ്കാരി. ആഹാ, ഹലോ. ആ അതെ സാർ. മോഹനകൃഷ്ണ? അതെയോ? അതിനെന്താ സാർ, ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറിനെ വിളിക്കാം. ആ സാർ, ഇപ്പൊ തന്നെ വിളിക്കാം. ശരി. സർ,
സാറിനെ കാണണമെന്ന് സ്വയംപ്രഭ പറഞ്ഞിരുന്നു. ഇപ്പൊ സമയത്രയായി? 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. 5 മിനിറ്റിന് ഒരു വിലയുമില്ല എന്നാണോ കാഞ്ചന കരുതുന്നത്? ആഫീസിലെത്തേണ്ടത് 10 മണിക്കാണ്. അല്ല സാർ, 5 മിനിറ്റല്ലേ വൈകിയുള്ളൂ. കാഞ്ചനയ്ക്ക് സർക്കാരിന്റെ ആഫീസ് സമയം അറിയോ? 10 മണി മുതൽ 5 മണി വരെ. ഇതിനിടയിൽ എല്ലാം കൂടി 1 മണിക്കൂർ വിശ്രമവും കൂടി കണക്കാക്കിയാൽ ഒരു ദിവസം കാഞ്ചന ജോലി ചെയ്യുന്നത് 6 മണിക്കൂറാണ്. ശരിയല്ലേ? അതെ സാർ. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 72 5 മിനിറ്റുകൾ കൂടിയതാണ് എന്ന് കാഞ്ചനയ്ക്ക് അറിയാമോ? കാഞ്ചനയ്ക്ക് മാസം എത്ര രൂപയാണ് ശമ്പളം? എല്ലാം കൂടി 22,000 രൂപ. ശരാശരി 6 അവധി ദിവസങ്ങൾ മാസത്തിൽ കണക്ക് കൂട്ടിയാൽ 24 ദിവസത്തേക്ക് 22,000 രൂപ. അതെ സാർ. ഒരു ദിവസം കാഞ്ചനയ്ക്ക് കിട്ടുന്നത് 916 രൂപ 60 പൈസ ആയിരിക്കും സാർ. 916നെ 72 കൊണ്ട് ഹരിച്ചാൽ ഏകദേശം 13 രൂപ. 5 മിനിറ്റ് ജോലി ചെയ്യുന്നതിന് സർക്കാർ കാഞ്ചനയ്ക്ക് തരുന്നത് 13 രൂപയാണ്. 13 രൂപയ്ക്ക് ഒരു വിലയുമില്ലേ? കാഞ്ചന 5 മിനിറ്റ് വൈകി വന്നപ്പോൾ സർക്കാർ നഷ്ടമായത് 13 രൂപ. സാർ ഈ കണക്ക് കൂട്ടാനെടുത്ത 3 മിനിറ്റ് എന്നെ ജോലി ചെയ്യാൻ സമ്മതിച്ചിരുന്നെങ്കിൽ സർക്കാരിന് 8 രൂപ ലാഭമായിരുന്നു. ഇനി എനിക്ക് പോകാമോ സാർ? വൈകിട്ട് 5:05 കാഞ്ചന പോയാൽ മതി. മേലിൽ രാവിലെ താമസിച്ച് വരുന്നിടത്തോളം സമയം വൈകിട്ട് ജോലി ചെയ്യിച്ചിട്ട് ഞാൻ നിങ്ങളെ വിടോ. ശരി സാർ. ആ പൊയ്ക്കോ. കാഞ്ചന, എന്താത്? മൊബൈൽ ഫോൺ. അത് മനസ്സിലായി. ഈ കേട്ടത് എന്താണ് എന്നാണ് ചോദിച്ചത്. പാട്ട്. പൈനാപ്പിൾ പെണ്ണെന്നോ? അതെന്തോന്ന് പെണ്ണ്? അതൊരു സിനിമാ പാട്ടാണ് സാർ. സിനിമ പാട്ടാണെങ്കിൽ പൈനാപ്പിൾ പെണ്ണ്. ഇങ്ങനെ പോയാ ഓറഞ്ച് പെണ്ണ്, മാങ്ങാ പെണ്ണ്, തേങ്ങാ പെണ്ണ്, മുന്തിരിക്ക പെണ്ണ്, ചക്കാ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ടാവുകയും ആ പാട്ടൊക്കെ നിങ്ങൾ ഈ ഫോണിലിടുകയും ഞാനത് കേൾക്കുകയും ചെയ്യേണ്ടി വരുമല്ലോ. സാർ, വെറുതെ ഒരു രസത്തിന്. അവനവന്റെ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്ത പാട്ടുകൾ ആരും റിംഗ്ടോൺ ആക്കരുത്. ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാഞ്ചനയുടെ ഫോൺ ബെല്ലടിച്ചാൽ മാനം പോവില്ലേ? മനോഹരമായ കവിതകളോ ഭക്തിഗാനങ്ങളോ കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് നിങ്ങളെപ്പറ്റി ഒരു മതിപ്പുണ്ടാവും. മനസ്സിലായോ? ശരി സാർ. പൊയ്ക്കോ. പൈനാപ്പിൾ പെണ്ണ് പോലും. അഞ്ചു മണി കഴിഞ്ഞല്ലോ. എന്താണ് പതിവ് പോലെ ബാഗ് കൊടുത്തിറങ്ങാത്തത്? സാറല്ലേ പറഞ്ഞത് 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ട് പോയാൽ മതിയെന്ന്. ഞാൻ കാരണം ഇനി സർക്കാരിന്റെ 13 രൂപ പോകണ്ട. എന്തൊരു ആത്മാർത്ഥത, എന്തൊരു സത്യസന്ധത. എന്താ ഇത്?
മാറ്റിയിട്ടതാണ് സാർ. ഭക്തിഗാനമാണ്. നിർത്താം. ഇതാണോ ഭക്തിഗാനം? സത്യമായിട്ടും ഇത് ഭക്തിഗാനമാണ് സാർ. വേൽമുരുക വേലായുധ, സാക്ഷാൽ മുരുകനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഓഹോ, അപ്പൊ എന്നെ ആക്ഷേപിക്കാനായി മനഃപൂർവ്വം കാഞ്ചന ചെയ്തതാണ് ഇത് അല്ലേ? അയ്യോ, ഒരിക്കലും അല്ല സാർ. സാറ് പറഞ്ഞത് അനുസരിച്ചു, അത്രേ ഉള്ളൂ. ഇത്തരം ഭക്തിഗാനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നല്ല കുടുംബത്തിൽ പറഞ്ഞ ഭക്തിഗാനങ്ങളുടെ കാര്യം. ഇതിനുമാതിരി മുദ്രാവാക്യം വിളിക്കുമ്പോഴല്ലോ വേൽമുരുക വേൽമുരുക എന്ന്. ഇത്തരം ഒരു പാട്ട് റിംഗ് ടോൺ ആക്കിയാൽ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? ആ, ഹ്. എന്താ സ്വയംപ്രഭ ഇത്? ഇതും ഭക്തിഗാനം പോലത്തെ ഒരു പാട്ടാ സാർ. കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചൊല്ലുന്നതെല്ലാം ശിവന്റെ പര്യായങ്ങളാ. നമുക്കും ജീവിതത്തിൽ മുഴുവൻ കൺഫ്യൂഷൻ അല്ലേ സാർ? തീർക്കാൻ സാക്ഷാൽ സദാശിവൻ തന്നെ വിചാരിക്കണം. മോഹനകൃഷ്ണനെ തോൽപ്പിക്കാൻ നോക്കരുത്. ശരിയാക്കി തരാം അഹങ്കാരികളെ. ആഹാ, ആ സാറേ, സാർ കൃത്യ സമയത്താണല്ലോ എത്തിയത്. വഴിയിൽ വെച്ച് മോനേട് സാറിനെ കാണണമെന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല. കാരണം ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഒരു മിനിറ്റ് പോലും തെറ്റി വരുന്ന ഒരാളല്ല ഞാൻ. സാർ ഇന്ന് താലൂക്ക് ഓഫീസിൽ പോയിട്ട് വരുമ്പോ ബഷീറിന്റെ കാര്യം ശരിയാക്കാന്ന് സാറ് പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ബഷീറിന്റെ കടലാസുകൾ ശരിയാക്കിയിട്ടുണ്ട്. നാളെ വന്ന് കരമടച്ചോളാൻ പറയും. ശരി സാറേ, ഓക്കെ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ എന്തായത്? പുതിയ റിംഗ് ടോൺ ആണ് സാറേ. മനോഹരമായ കവിതയാണ് റിംഗ് ടോൺ ആക്കേണ്ടതെന്ന് സാറ് പറഞ്ഞത് കൊണ്ട് ഞാൻ മാറ്റിയിട്ടാണ്. മധുസൂദനൻ നായരുടെ മനോഹരമായ കവിതയാണ്. 12 മക്കളെ പെറ്റോരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പോട്ടെ സാറേ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുഴയ്ക്കും മുഴുക്കളോ തോൽപ്പിക്കാൻ നോക്കുകയാണ്. മോഹനകൃഷ്ണനെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. ഉത്തമൻ എന്റെ കൈ കിട്ടി. ഹലോ, അതെ. ആ, ഞാനിത് പറഞ്ഞിട്ടുണ്ട് സാർ. നാളെ രാവിലെ പിന്നെ സാറിനെ വന്ന് കണ്ടോളൂ. ആ, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വിനയ എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞോളാം സാർ. ആ, ശരി ശരി. വിനയം വിളിച്ചു കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിച്ചോളാം. എല്ലാവരും അഹങ്കാരികളാണ്. മോഹനകൃഷ്ണനെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ എനിക്കും ഒരവസരം കിട്ടുന്ന അവർക്ക് അറിയില്ല. എന്താണ് മോഹനേട്ട പ്രശ്നം? നിന്നോട് രാവിലെ റിംഗ് ടോണിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ഉത്തമനോടും പറഞ്ഞു. ആഫീസിൽ ചെന്നപ്പോ സ്വയംപ്രഭയും കാഞ്ചനയും ഒക്കെ ഒരുമാതിരി തരികട പാട്ടിട്ടിരിക്കുന്നു. അത് മാറ്റി വല്ല ഭക്തിഗാനമോ മലയാള കവിതകളോ ഇടാൻ പറഞ്ഞതിന്റെ പേരിൽ അവരെന്നെ കളിയാക്കുന്നു. തിരിച്ചു വരുന്ന വഴി ഉത്തമൻ. ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഞാനിതൊക്കെ അങ്ങ് മറന്നുപോകുന്ന. പക്ഷേ കെ മോഹനേട്ടൻ ഒന്നും മറക്കില്ല. മോഹനേട്ടൻ എന്നോട് അക്കാര്യം പറഞ്ഞത് മനസ്സിലാക്കാം. മോഹനേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാനത് അനുസരിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങളില് മോഹനേട്ടൻ അനുസരിക്കേണ്ട കാര്യം ഉത്തമനും കാഞ്ചനയ്ക്കും സ്വയംപ്രഭയ്ക്കും എന്താണ്? അവരെ അത് കളിയാക്കി നിന്നിരിക്കും.
മനോഹരമായൊരു മലയാളം കവിത. എഴുതിയത് സാക്ഷാൽ ഇരേമൻ തമ്പി. ഇതുപോലത്തെ പാട്ടെടുത്ത് നീ പുറത്തിറങ്ങിയാൽ ആളുകൾ എന്ത് കരുതും? എന്ത് കരുതാൻ? കവിതയ്ക്ക് അർത്ഥമുണ്ട്, മനോഹരമായ അർത്ഥം. കവിതയിലെ നായകൻ മോഹനകൃഷ്ണൻ സാറാണെന്ന് കൂടി നാട്ടുകാർ സങ്കല്പിച്ചോളൂ. അയ്യേ, ഇതിപ്പോ മാറ്റണം. ഇതിനെന്താ കുഴപ്പമെന്ന് പറ. ഇത് കേൾക്കുന്നവർ എന്നെ കാണുമ്പോ കളിയാക്കി ചിരിക്കില്ലേ? എന്തിന്? അമ്മേ, ഈ കവിത ഈ വീടിന്റെ പുറത്ത് കേൾക്കാൻ പാടില്ല. ഇതങ്ങനെ പൊതുസ്ഥലങ്ങളിൽ പാടാവുള്ളതല്ല. എങ്കിൽ പിന്നെ ഞാൻ ഹിന്ദി പാട്ടിടും. അത് ശരിയാവില്ല. എന്നാ പിന്നെ ഈ പാട്ട്. ഇത് പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഇതിൽ രണ്ടിൽ ഏത് വേണമെന്ന് മോഹനോട് തീരുമാനിച്ചു. പ്രാണനാഥൻ തെരിമേരി, പ്രാണനാഥൻ തെരിമേരി, പ്രാണനാഥൻ പറ 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 പ്രാണനാഥൻ. അതിപ്പോ വീട്ടിലായിരിക്കുമ്പോ ഇത് പ്രാണനാഥൻ, പുറത്തിറങ്ങുമ്പോ ഇതായാലും കുഴപ്പമില്ല. അപ്പൊ വില്ലേജ് ഓഫീസർക്ക് വഴിക്ക് ന്യായമായ ഒരു തർക്കം തോറ്റതിന്റെ ക്ഷീണം മോഹനകൃഷ്ണൻ ഉണ്ടായെങ്കിലും ഇതുകൊണ്ടൊന്നും ഈ കളി തീരില്ല എന്ന് ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.